വിധിയെ പഴിചാരി നിശ്ചലമാകാതെ വിധിയെ പഴിചാരി നിശ്ചലമാകാതെ നൊമ്പരക്കാറ്റിൽ പിരിയുകയല്ലാതെ നൊമ്പരക്കാറ്റിൽ പിരിയുകയല്ലാതെ സർവ്വതും നമ്മിൽ സായുജ്യമാക്കാൻ ഈ ജന്മം ഇവിടെ കഴിയുവോളം സ്നേഹം വിതുമ്പിക്കഴിഞ്ഞിടുമ്പോ കാലത്തിൻ യാത്രയിൽ മുരടിച്ച ജീവിതം ഉറ്റവരുടയവർ കൈവെടിയും തെളിദീപമിവിടെ മിഴിനീരിലണയുവോളം വിധിയെ പഴിചാരി നിശ്ചലമാകാതെ നൊമ്പരക്കാറ്റിൽ പിരിയുകയല്ലാതെ നൊമ്പരക്കാറ്റിൽ പിരിയുകയല്ലാതെ വിധിയെ പഴിചാരി നിശ്ചലമാകാതെ ഇതേത് ഈ കാരണന്മാര് എന്നും ഇത് തന്നെ പണി. ഇവര് രണ്ടാളും കൂടിയും ഈ നടത്തം തുടങ്ങിയിട്ട് ഏറെ നാളായി. ചിലരെല്ലാം ഇവര് വിളിക്കണത് ബോബനും പോളിന്നാ. ഇവരുടെ വീട് എവിടെ? ഇവിടെ അടുത്ത് തന്നെയാണ് അവരുടെ വീട്. മക്കളൊന്നുമില്ലേ? ഒരു മകനുണ്ട്, വലിയ ജോലിക്കാരനാ. ഒരു കാര്യമില്ല, വേറെ പോയി ജീവിക്കാണ്. മഴ പെയ്യാറായി എന്നാ തോന്നണേ. ഇടി വെട്ടനുണ്ട്. ഓ, എന്തൊരു ചൂടാ ഇത്. നല്ല മഴക്കാരുണ്ട്. വേഗം നടന്നോളൂ. എന്തൊരു മഴ, എന്തൊരു തണുപ്പ്. എന്റെ ഉള്ളു പിടയ്ക്കുന്നു. ആകാശം വെളുത്തിട്ടുണ്ട്. മഴ മാറും. അദ്ദേഹം ഇന്നു വരുമായിരിക്കും. നമുക്ക് എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ? എനിക്ക് കണ്ണില്ലാത്ത കാരണം ആളെ കാണാൻ കഴിഞ്ഞില്ല. ഞാൻ കണ്ടതല്ലേ, സുന്ദരനായ മനുഷ്യൻ, തൂവെള്ള വസ്ത്രങ്ങൾ, മുഖത്ത് നിറയെ ചിരി. എത്ര മധുരമായിട്ടാ സംസാരിച്ചത്. ഇനിയും വരാമെന്നാ പറഞ്ഞത്. അതുകൊണ്ട്
ഇനിയും വരും. ഒന്ന് വന്നാ മതിയായിരുന്നു എന്റെ കൃഷ്ണ. എന്തൊരു മഴയാണ്! ഇതിനൊരു അവസാനമില്ലേ? മഴ തുടങ്ങിയ മഴ തന്നെ, വെയില് തുടങ്ങിയ വെയിലും. രണ്ടെണ്ണം ചത്തോ ആവോ. ഹോ, എന്തൊരു മഴ! ദേനാ, കുറച്ച് കഞ്ഞി. പട്ടിണി കിടന്ന് ചാവണ്ട, ഇത് കുടിക്ക്. മോനെ കെട്ടികള് കൊണ്ടുപോയി സുഖമായിട്ട് ജീവിക്കല്ലേ? തോന്തരും തള്ളരും നോക്കാതെ സുഖമായിട്ട് ജീവിക്കുന്നു. ഈ ചോർന്നൊരിക്കുന്ന പെരയില് ഈ മനുഷ്യരെങ്ങനെ ജീവിക്കുന്നു? ഇത് കാണാനും കേൾക്കാനും ഒരു നാട്ടുകാരും ഇല്ല, നേതാക്കന്മാരും ഇല്ല. മോളെ, എന്റെ മോളക്ക് 100 പുണ്യം കിട്ടും. അതൊക്കെ കുറെ ആൾക്കാർ തരുന്നുണ്ട്. ഇത്തിരി മനസ്സലിവുണ്ടായി പോയി, അതാ എന്റെ ഒരു കാര്യം. പക്ഷെ പേരുദോഷം ധാരാളമുണ്ട്. മോളിന്ന് പോണില്ലേ? പോണം. ഈ മഴ കാരണം പുറത്തിറങ്ങാൻ പറ്റണ്ടേ? ഇന്ന് സർക്കിട്ടില്ലേ, റോഡ് സർക്കിട്ടേ. ഞാൻ പോകുന്നു. ദേ, മഴ മാറിയിട്ട് പോയാ മതി സർക്കിട്ടിനെ. എന്തൊരു ചൂടാ! ഇറ്റിൻക്ക് വെയില് മഴയൊന്നും. ശരിയാന്നേ. ആ സ്ഥലത്തിന് നിങ്ങൾ കാണുന്ന വിലയിൽ കൂടുതൽ ഞാൻ തന്നോളാം. കരാറൊന്നും വേണ്ട, തീറ് തന്നാ മതി. അച്ഛനും അമ്മയും അതിൽ താമസിക്കുകയല്ലേ, പിന്നെ എങ്ങനെ വിൽക്കാൻ പറ്റും? അവരെവിടെങ്കിലും താമസിച്ചാൽ തനിക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. അല്ലെങ്കിൽ ഏതെങ്കിലും വൃദ്ധസദനത്തിൽ വിട്. ഞാൻ ശ്രമിക്കാം, പക്ഷേ നടക്കുമെന്ന് തോന്നുന്നില്ല. അവർക്ക് ആ വീടാണ് അവരുടെ ലോകം. കുറച്ച് കാശ് കയ്യിൽ വരുന്ന കാര്യമല്ലേ ഞാൻ പറഞ്ഞെന്നുള്ളൂ. വെറുതെ കാശ് കിട്ടില്ലല്ലോ. നിങ്ങൾ പറയുന്നത് ശരി തന്നെ, പക്ഷേ ഇപ്പൊ തന്നെ 2 എണ്ണത്തിനും വട്ടുപിടിച്ച നടപ്പ്, ഒരെണ്ണത്തിനോ കണ്ണും കാണില്ല. വല്ല വൃദ്ധസദനത്തിനോ കൊണ്ടാക്ക്, അവര് നോക്കിക്കോളൂ. കിട്ടണ കാശിന്ന് കുറച്ച് കൊടുത്താ പോരെ, തന്റെ തലവേദന മാറി കിട്ടും. താൻ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആലോചിക്ക്. എത്ര കാലം ഈറ്റകൾ ഇങ്ങനെ ജീവിക്കും? ഞാൻ അവരോടൊന്ന് ആലോചിക്കട്ടെ. തനിക്ക് തലയ്ക്ക് വല്ല വട്ടുണ്ടോ? അവരോട് ചോദിച്ചിട്ട് ഈ വക കാര്യങ്ങളൊക്കെ നടക്കുവോ? പിന്നെ ഞാൻ എന്ത് ചെയ്യും? തന്നെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. താൻ ചെന്ന് നിർബന്ധമായിട്ട് പറയാ, ദേ ഇത് വിൽക്കാൻ പോണെന്ന്, ഏതെങ്കിലും വൃദ്ധസദനത്തിലാക്കാന്ന്. തനിക്ക് നോക്കാൻ സാധിക്കില്ലല്ലോ. ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. എനിക്ക് എന്തായാലും കാര്യം അറിയണം. ഞാൻ ചോദിച്ചിട്ട് എന്തായാലും അറിയിക്കാം. പിന്നൊരു കാര്യം, മറ്റാരോടും താനിത് പറഞ്ഞു നടക്കണ്ട, നമ്മ തമ്മിൽ അറിഞ്ഞാ മതി.
രണ്ടുപേരും യാത്രയ്ക്ക് ഒരുങ്ങാണോ? ഇത്ര ധൃതി പിടിച്ച് എങ്ങോട്ടാ? കുട്ടാ മോനെ, എത്ര നാളായി നിന്റെ സ്വരം കേട്ടിട്ട്. അമ്മയുടെ അടുത്തേക്ക് വാ കുട്ടാ. അവൾക്കും കുട്ടികൾക്കും സുഖമാണോ? അവരെ എല്ലാരും ഒന്ന് കാണട്ടെ കുട്ടാ. കാണാൻ പറ്റിയില്ലെങ്കിലും അവരുടെ സ്വരമെങ്കിലും ഒന്ന് കേൾക്കാലോ കുട്ടാ. അവൾക്ക് അതൊന്നും ഇഷ്ടമല്ല. അവളുടെ വീട്ടുകാരും അതിന് സമ്മതിക്കില്ല. അമ്മയ്ക്കൊന്ന് അടുത്ത് കാണാൻ മാത്രം. കണ്ടില്ലെങ്കിലും മോനെ ആ സ്വരമെങ്കിലും ഒന്ന് കേൾക്കാലോ. അവൾക്കത് ഇഷ്ടമല്ലെന്ന് പറഞ്ഞില്ലേ? പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. വാ, നമുക്ക് എവിടേക്ക് എത്ര ധൃതി പിടിച്ച്? എനിക്കൊരു കാര്യം പറയാനുണ്ട്, അത് കേട്ടിട്ട് പോയാ മതി. ഈ സ്ഥലം എന്റെ പേർക്ക് എഴുതി തരണം. എനിക്കിത് വിൽക്കാനാണ്. നല്ല വില കിട്ടും. നിങ്ങളെ വൃദ്ധസദനത്തിലാക്കാം. വൃദ്ധസദനത്തിലോ? അതെല്ലാം അങ്ങേരോട് ചോദിച്ചിട്ട് മതി. അങ്ങേര് എല്ലാം ശരിയാക്കി തരാമെന്നാ പറഞ്ഞിരിക്കുന്നത്. അതാരോടാ? നല്ലൊരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് നല്ല ആകർഷണമുണ്ട്. എന്ത് വേണമെങ്കിലും ചെയ്തു തരാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇനി വരുമ്പോ എല്ലാം ശരിയാക്കാമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റിത്തരാമെന്നാ പറഞ്ഞിരിക്കുന്നത്. കുട്ടൻ അകത്തേക്ക് കേറണില്ലേ? ഒന്നും തരാനില്ല കുട്ടാ. ഓ, നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. കൂടുതൽ സംസാരിച്ചാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. വാ, നേരം വൈകി, നമുക്ക് പോകാം. നേരം വൈകിയത്രേ. ഉദ്യോഗത്തിനല്ലേ പോകുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല. രണ്ടിനും തലയ്ക്ക് വട്ട. നേരം വൈകിയത്രേ. കോടാലി അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി നമ്മളുടെ CK പൗലോസ് ചേട്ടനെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. നമ്മുടെ നാടിന്റെ വികസനത്തിന്റെ നായകൻ CK പൗലോസ് ചേട്ടൻ. CK പൗലോസ് ചേട്ടനെ കോടാലി അടയാളത്തിൽ ആ, ഇതാര ശാന്തയോ? എന്തുണ്ട്, സുഖം തന്നെയല്ലേ? അവള് പോക്കേസാ. അത് നീ പറഞ്ഞിട്ട് വേണോ എനിക്കറിയാൻ. ദേ ശാന്തേ, സമയം കുറവാണ്, ഇത്തിരി തിരക്കുണ്ട്. ഇലക്ഷൻ അല്ലേ, നമുക്ക് പിന്നീട് കാണാം. നമ്മുടെ വോട്ടിന്റെ കാര്യം മറക്കരുത്. കോടാലി അടയാളം. ഇതാ ഞാൻ പറഞ്ഞ കാരണന്മാര്. 2 വോട്ടുണ്ട്. ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നാ ഞാനന്ന് പറഞ്ഞത്. വാർദ്ധക്യ പെൻഷൻ ഇല്ലേ? ഇല്ല. കർഷക പെൻഷൻ? അതുമില്ല. മക്കളില്ലേ? ഒരു മകനുണ്ട്, പക്ഷേ ഇവരെ നോക്കണില്ല. തിരക്കിനിടയിൽ എല്ലാം ഞാൻ മറന്നുപോയി. ഇത്തവണ ഒക്കെ ശരിയാക്കാം. ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. നല്ല ഓർമ്മയുണ്ടല്ലേ? വോട്ട് എനിക്ക് തന്നെ. CK പൗലോസ്, കോടാലി അടയാളം. ഞാൻ പോകുന്നു. ഒക്കെ ശരിയാക്കി തരാം, ഒക്കെ ശരിയാക്കി തരാം. നമുക്കൊന്ന് കാണണം. തിരക്കൊന്ന് കഴിഞ്ഞോട്ടെ. കള്ളന് കഞ്ഞി വെച്ചവൻ. വോട്ടിന്റെ സമയത്തെ വെളുക്കെ ചിരിച്ചു വരും. അത് ചെയ്യാം, ഇത് ചെയ്യാം, എണ്ണത്തോണി കിടത്താന്നൊക്കെ പറഞ്ഞ്. പിന്നെ കണി കാണാൻ കിട്ടില്ല. ശാന്തയ്ക്കറിയാം അവന്റെയൊക്കെ ഗുണം. എച്ചിയാ. അങ്ങനെയൊന്നും പറയല്ലേ ശാന്തയെ. അവര് നല്ല മനുഷ്യരാ. അവരുടെ വർത്താനം കേട്ടാൽ തന്നെ നമ്മുടെ വിഷമങ്ങൾ തീരും. എല്ലാം ശരിയാക്കി തരും പറഞ്ഞ അവര് പോയിരിക്കണേ. ഇപ്പൊ കിട്ടും, കാത്തിരുന്നോ. നാളെ കഞ്ഞി തരാൻ ഒരു കുഞ്ഞു പോലും ഇല്ലല്ലോ. ഈ പെരയുടെ അവസ്ഥ കണ്ടില്ലേ? മകനാണെങ്കിൽ സ്വന്തം കാര്യം നോക്കുന്നു. അവർ ഈ സ്ഥലം വിറ്റ് കാശുണ്ടാക്കാനല്ലേ നോക്കുന്നത്. ദേ, എന്റെ വിഷമം കൊണ്ടാ ഞാൻ പറയുന്നത്. അല്പം മനസ്സലിവുണ്ടായിപ്പോയി.
ഞാൻ നോക്കിയില്ല. അതാ നീ വീണത്. എവിടെയാ മുട്ടിയത്? നല്ല വേദനയുണ്ട്. നമുക്ക് പോകാം. മേല് വേദനയുണ്ടോ? കുഴപ്പമൊന്നുമില്ലാന്നേ. വാ, നമുക്ക് പോവാം. സാരമില്ല. ഇനി സൂക്ഷിച്ചു പോയാ മതി. അമ്മേ, ഇന്നെന്താ നിങ്ങൾ എണീക്കുന്നില്ലേ? എന്നും എന്നെ വിളിക്കാറുള്ള ആളല്ലേ. ഇന്ന് എന്തു പറ്റി? നമുക്ക് പോവണ്ടേ? ഇന്നെന്താ നിങ്ങൾ എണീക്കണില്ലേ? നേരെ എത്രയായി? എന്നും എന്നെ വിളിക്കുന്ന ആളല്ലേ. ഇതെന്തു പറ്റി? എന്താ എണീക്കാത്തെ? നമുക്ക് പോവണ്ടേ? വാ, നമുക്ക് പോവണ്ടേ? എണീക്ക്, നമുക്ക് പോവണ്ടേ? വാ, എണീക്ക്. അസ്തമയത്തിൻ്റെ മൂകമാം ശോകം ഇരുളിൽ അമർന്നകലുമ്പോൾ നിശ്ചലരാത്രിക്കു പുനർജന്മമായാൽ അന്ധതയാലേ അന്ധകാരത്തിൽ ഉഴറുന്ന ജീവനെ തൊട്ടുണർത്തുമ നിർമ്മല സാന്ത്വന ശബ്ദങ്ങളെവിടെ? കാലത്തിൻ യാത്രയിൽ കൈവിട്ടു പോയ സ്നേഹത്തിൻ സാന്ത്വന ശബ്ദങ്ങളെവിടെ? സ്നേഹത്തിൻ സാന്ത്വന സ്പർശനമെവിടെ? സ്നേഹത്തിൻ സാന്ത്വന സ്പർശനമെവിടെ?